ഇത് ഈ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊരു അതിന്റെ മുമ്പത്തെ മാസം നമുക്ക് അരീക്കോടുന്ന ഒരു ട്രൈബർ ഒക്കെ നമുക്ക് പർച്ചേസ് കിട്ടി ഈ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മൾ പർച്ചേസും ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ. അതായത് അവർക്ക് കൊടുക്കുന്ന നമ്മളൊരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RC മാറാതെ ഒരു കസ്റ്റമേഴ്സിനും ഈ വീഡിയോ കാണുന്ന ഇവിടുന്ന് എടുക്കുന്ന വണ്ടികളും ആർക്കും നമ്മൾ 1 ലക്ഷം പേയ്മെന്റ് ഹോൾഡ് ചെയ്തിട്ട് കൊടുക്കുകയെ അല്ലെങ്കിൽ ലോണ് പകുതി വെച്ചിട്ട് കൊടുക്കുകയോ ഒന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ആവും. അതായത് ഫുൾ പേയ്മെന്റ് കിട്ടി RC മാറിയിട്ട്, അതായത് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിക്ക് RC കൊടുക്കില്ല, നമ്മൾ RC മാറി പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി കൊടുക്കുള്ളൂ. അപ്പൊ പർച്ചേസ് ചെയ്യുന്ന വണ്ടികൾക്കും ആ ഒരു ഉത്തരവാദിത്തം അവർക്ക് പ്രതീക്ഷിക്കാം. ഒരു സെക്കൻഡ് കാർ നോക്കുന്നവരിൽ 90% ആളുകളും ഉറ്റുനോക്കുന്നത് ലോ കിലോമീറ്റർ വാഹനങ്ങൾ, അതുപോലെ തന്നെ ഹിസ്റ്ററി ഉള്ള വാഹനങ്ങൾ. അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിതുമത്തിന്റെ അടിപൊളി ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ സിറ്റി ഡ്രൈവ് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഏകദേശം എല്ലാ വാഹനങ്ങളും ലോ കിലോമീറ്റർ വെഹിക്കിളാണ്. ഒട്ടുമിക്ക വാഹനങ്ങൾ സിംഗിൾ ഓണർഷിപ്പാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് നബീൽ. എന്തൊക്കെയുണ്ട്? സുഖം. പിന്നെ കച്ചവടം എന്തുപാട്? ഉഷാറാണ്. കഴിഞ്ഞ 2 മാസം വീഡിയോ ചെയ്തല്ലോ, നല്ല റീച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമതും വിളിച്ചു. അതെ, ഓക്കെ. നമ്മള് 2 വീഡിയോയിലും ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ട്. നല്ല കോൾ ഉണ്ട്, ഇപ്പോഴും ആൾക്കാർ വിളിയുണ്ടല്ലോ. ഡെയിലി ഒരു 2 കോളൊക്കെ വെച്ചിട്ട് ഇപ്പോഴും. എന്തായാലും പുതിയ വണ്ടികൾ കയറിയപ്പോ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇപ്പൊ അതിലേറെ സ്റ്റോക്ക് ഉണ്ട്. അതെ, ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടേനേക്കാൾ കൂടുതൽ വണ്ടികൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 22, ഇന്ന് 35ഓളം മാക്സിമം കൊള്ളിക്കുന്നത്ര കൊള്ളിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ എപ്പിസോഡ് ചെയ്യേണ്ടി വന്നാല്, അതായത് ലെങ്ത് കൂടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോ നമ്മുടെ പ്രേക്ഷകർ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ പ്രേക്ഷകരോട് എന്തെങ്കിലും പ്രത്യേക കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഈ ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ നമ്മള് മുമ്പത്തെ വീഡിയോ കണ്ട കസ്റ്റമേഴ്സ് ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ കൊടുക്കണ വാറന്റി ഇല്ലാത്ത വെഹിക്കിളിന് നമ്മളൊരു സ്ഥാപനത്തിന്റെ ഒരു 15 ദിവസത്തെ വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. പെട്രോൾ വണ്ടികളാണ് കൂടുതൽ. നിങ്ങളെ ഷോറൂമിന്റെ വാറന്റി ഒരു 15 ഡേയ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒട്ടുമിക്ക വണ്ടിയുടെ ഒക്കെ ഹിസ്റ്ററികളില്ല വണ്ടികളാണ്. ആദ്യത്തെ ഇൻട്രോയില് പറഞ്ഞ പോലെ അത് നമ്മൾ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്, കസ്റ്റമേഴ്സിന് എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വണ്ടി പൊക്കിയിട്ട് കാണാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇവിടെ അടുത്ത് ചെയ്തു കൊടുക്കും. എല്ലാ വണ്ടിയും അവർക്ക് പൊക്കിയിട്ട് ഓയിൽ ലീക്ക്, തുരുമ്പ് കാര്യങ്ങള് കാണാനുള്ള സംവിധാനം നല്ലൊരു തീരുമാനമാണ്. പിന്നെ ഇവിടെ ഷോറൂമുകളല്ല, ഹ്യുണ്ടായി, ടാറ്റ, മാരുതി, ഹോണ്ട ഒക്കെ ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ട്. അതെ, അവർക്ക് ഒരു ടെൻഷനും വേണ്ട. ഒരു വണ്ടി ആരെങ്കിലും ഇവിടെ കാണാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A to Z ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷന് മൂപ്പര് ചെയ്തു തരുന്ന പറയുന്നത്. അതായത് പിന്നെ ഫ്ലോറിന്റെ അടിയിൽ എല്ലാ ഭാഗവും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളാണ്. പിന്നെ ഹിസ്റ്ററി ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാന് എല്ലാവരോടും എല്ലാ വീഡിയോയിലും പറയൽ എന്താ വെച്ചാല്, നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഹിസ്റ്ററി ഉള്ള വാഹനങ്ങൾ എടുത്താൽ മതി. കാരണം എന്താ വെച്ചാല് അത് കിലോമീറ്റർ തിരിക്കാത്തതേ ഉണ്ടാവുള്ളൂ. ഹിസ്റ്ററി ഉണ്ടാകുമ്പോൾ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കിലോമീറ്റർ തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഹിസ്റ്ററി ഇല്ലാത്ത വാഹനങ്ങൾ നമ്മളെല്ലാം തിരിച്ചു അല്ലെങ്കിൽ ഉഡായിപ്പാണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അതായത് പല ഡിപ്പെൻസ് ആണ്. ചിലവർക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടാവും, ചിലർക്ക് അവർക്ക് ഫാമിലിയിൽ വർക്ക്ഷോപ്പ് ഉണ്ടാവും. ചിലവര് ഓട്ടം കുറവില്ല കസ്റ്റമേഴ്സ് ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ ഇനി പുറത്തുനിന്ന് സർവീസ് ചെയ്യാന്നുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ വണ്ടികൾ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മളതായിട്ടുള്ള ഒരു ചെക്കിംഗ് പൊസിഷൻസ് ഉണ്ട്. ഈ വണ്ടി ഇതിനേക്കാളും കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും, കുറെ ഹിഡൻ സ്പോട്ട് ഉണ്ട്. അതായത് നമുക്ക് എങ്ങനെയായാലും ക്ലിയർ ചെയ്ത് വെക്കാൻ പറ്റാത്ത വണ്ടി കൂടുതൽ ഓടിക്കഴിഞ്ഞാല്, അതായത് സ്റ്റിയറിംഗിന്റെ ഗ്രിപ്പ്, ഗിയറിന്റെ നോബ്, അല്ലെങ്കിൽ താഴത്തെ ആക്സലേറ്ററിന്റെ ചവിട്ടുന്ന പെഡൽ, അതൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മൈനർ കാര്യങ്ങൾ നമുക്ക് അറിയാം, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ, അതായത് ഹിസ്റ്ററി ഇല്ലാതെ ലോ കിലോമീറ്ററുള്ള ജെനുവിൻ വണ്ടികളുണ്ട്. അതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കും. അതിന്റേതായിട്ടുള്ള ഒരു വിലക്കുറവ് അവർക്ക് ഉണ്ടാവും. SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്, 7 സീറ്റർ വാഹനങ്ങൾ ഉണ്ട്. പിന്നെ ഏത് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കൂലേ? എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യും. പിന്നെ നിങ്ങൾ വാഹനങ്ങൾ വിൽക്കുകയാണെങ്കിൽ, എക്സ്ചേഞ്ച് അല്ലാതെ വിൽക്കുന്ന ടീം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കൂലേ? നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത് പുറത്തേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ല, ഈ പരിസരത്തൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് പർച്ചേസും ഉണ്ട്. ഇത് ഈ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊരു അതിന്റെ മുമ്പത്തെ മാസം നമുക്ക് അരീക്കോടുന്ന ഒരു ട്രൈബർ ഒക്കെ നമുക്ക് പർച്ചേസ് കിട്ടി ഈ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മൾ പർച്ചേസും ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ. അതായത് അവർക്ക് കൊടുക്കുന്ന നമ്മളൊരു
സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RC മാറാതെ ഒരു കസ്റ്റമേഴ്സിനും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഇവിടുന്ന് എടുക്കുന്ന വണ്ടികളും ആർക്കും നമ്മൾ 1 ലക്ഷം പേയ്മെന്റ് ഹോൾഡ് ചെയ്തിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ലോൺ പകുതി വെച്ചിട്ട് കൊടുക്കുകയോ ഒന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ആവും. അതായത് ഫുൾ പേയ്മെന്റ് കിട്ടി RC മാറിയിട്ട്, അതായത് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിക്ക് RC കൊടുക്കില്ല. നമ്മൾ RC മാറി പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി കൊടുക്കുള്ളൂ. അപ്പൊ പർച്ചേസ് ചെയ്യുന്ന വണ്ടികൾക്കും ആ ഒരു ഉത്തരവാദിത്തം അവർക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ചില്ല. ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ. ലൊക്കേഷൻ മലപ്പുറം ജില്ല, പെരിന്തൽമണ്ണ മലപ്പുറം റോഡില് തിരൂർക്കാടാണ് സ്ഥലം. തിരൂർക്കാടിന് അടുത്ത് അരിപ്ര സ്കൂൾ പടി എക്സാക്ട് ലൊക്കേഷൻ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചോ. വീഡിയോയിൽ 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിൽ വിളിക്കാം, പിന്നെ ഒന്നിൽ വിളിക്കാം കേട്ടോ. പിന്നെ വാട്സപ്പ് വഴി ആയിട്ട് പോയാലും മതി. അപ്പോ നേരം കളയാതെ ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. അടിപൊളി ഇഗ്നിസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ വരുന്നത്? ഇത് 2022 മോഡല് ഇഗ്നിസ് സീറ്റ ആണ്. ഓപ്ഷൻ അലോയ്സ് പുഷ് ബട്ടൺ ഒക്കെ വരുന്ന വേരിയന്റ്. ഓക്കെ, അലോയ്സ് പുഷ് ബട്ടൺ, ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ. ഓക്കെ, ഓട്ടോ എത്ര ഉണ്ട് ഇത്? ഇത് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 48,000 കിലോമീറ്റർ. ആകെ 48,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ അല്ലേ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,85,000. 5,85 ചോദിക്കുന്നത്. മാക്സിമം എത്ര പൈസ ഉണ്ട് ഇറക്കാം? ഇതൊക്കെ ഏകദേശം ഒരു 60 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 60,000 മതി, സുഖമായിട്ട് ഇറക്കാൻ പറ്റും. 22 സീറ്റ് അല്ലേ. ബാക്കി ലോൺ ചെയ്യല്ലേ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ ഏകദേശം ഒരു 85%. 4 ടയർ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊന്നുമില്ല. വണ്ടി പക്കാണ്. ഇൻക്ലൂഡ് പുതിയ ഇൻഷുറൻസും കൂടെ നമ്മൾ ഇതിൽ എടുത്തു കൊടുക്കും. പ്രൈസിൽ എന്തെങ്കിലും കുറച്ച് ചെയ്ത് കൊടുക്കും ചെയ്യാം. ആയിക്കോട്ടെ. അപ്പോ ഇവിടെ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കാം. ഒരു റെഡ് കളറാണ്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? ഇത് 19 മോഡല് VXI വണ്ടി. VXI ആണ് ഓപ്ഷൻ തന്നെ. VXI LXI തമ്മിൽ കുറച്ച് ഡിഫറൻസ്. അതായത് എയർ ബാഗ് കാര്യങ്ങളൊക്കെ, എയർ ബാഗ്, ABS, ഇൻബിൽറ്റ് സ്റ്റീരിയോ, കമ്പനിയിൽ തന്നെ വരും. കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. VXI എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ആയി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 70,000 കിലോമീറ്റർ. നമ്മൾ 3,10,000 രൂപ കൊടുക്കാം. 3,10 കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് ആണോ അല്ല എന്നും ലാസ്റ്റ് ആണ്. ഓൾമോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിട്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റെഡില് നീറ്റ് വണ്ടി, നല്ല നീറ്റ് വണ്ടി അല്ല. അത്യാവശ്യം ഓടാനുള്ള കട്ടൽ ടയർ ഉണ്ട്. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, മാക്സിമം എത്ര പൈസ ഉണ്ട് ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 50 രൂപ ഇറക്കാൻ പറ്റും. മതിയാവും അല്ലെ. ബാങ്ക് ലോണാ പറയണ കേട്ടോ. ബാങ്കിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് കിട്ടും. ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ലോണൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ പണം വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു മൈലേജ് കൂടുതൽ കിട്ടുന്ന വാഹനങ്ങൾ നോക്കുന്നവർക്ക്, ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് റെനോൾട്ടിന്റെ പൾസ് അല്ലെ. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2012 മോഡല്, 1,28,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ 2,45,000 രൂപയാണ് ചോദിക്കുന്നത്. 2,45,000 ചോദിക്കുന്നത്. 12 ഡീസൽ വെഹിക്കിൾ. ഇത് എന്തൊക്കെ? ഇത് AC പവർ സ്റ്റിയറിംഗ്, അത് മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുമല്ലോ. സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്ന വേരിയന്റ്. ഓക്കെ, വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ആണ്. ഓക്കെ, എത്ര ചോദിച്ചത് നിങ്ങൾ? 245. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂലേ? ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ലോൺ കിട്ടും. ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇവിടെ കിലോമീറ്റർ കൂടിയൊരു വാഹനം ഇത് തന്നെ ആയിരിക്കും അല്ല. ഡീസലിൽ നമ്മൾ ചെറുവണ്ടികൾ കിലോമീറ്റർ കൂടിയത് നല്ല വണ്ടിയാണെങ്കിൽ എടുക്കും. അതെ. കാരണം കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നത് ഡീസൽ വണ്ടി, അവരൊരു സെക്കൻഡറി പർപ്പസ് ഒക്കെ ചോദിച്ചിട്ട് ഡീസൽ വണ്ടി വരുന്നത്. അങ്ങനത്തെ വണ്ടികൾ നമ്മൾ ഡീസൽ എടുക്കും. അതെ. ഓക്കെ, നല്ല ഖീദുമത്തിന്റെ ഒരു പെട്ടി പീസ് കിയാന്റെ കാരൻസ് ആണ്. ഒരു 7 സീറ്റ് വാഹനമാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? ഇത് 2023 മോഡല്. ഓക്കെ, വെറും 30,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ. പ്രോപ്പർ കീല് സർവീസ് വെഹിക്കിള്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല. റീപെയിന്റ് പോലും വണ്ടിയിലില്ല. അത് പക്കാണ്. നമ്മൾ വെരിഫൈ ചെയ്ത വാഹനങ്ങളൊന്നും നോക്കിയിട്ട് റീപെയിന്റ് പോലും സംഭവിച്ചിട്ടില്ല. ഹിസ്റ്ററിയിലും ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് ഇതില് പ്രീമിയം 7 എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓപ്ഷൻ. എന്തൊക്കെ സെറ്റിംഗ് വരുന്നുണ്ട്? സൺറൂഫ് ഇല്ല ഇതില്. ഇല്ല, സൺറൂഫ് ഇല്ല. അത്യാവശ്യം നമുക്ക് വേണ്ട സ്റ്റിയറിംഗ് കൺട്രോളിങ്സ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ടച്ച് സ്റ്റീരിയോ ആണ്. അതുപോലെ ബാക്കിലെ 2 ചേസിലൊക്കെ AC വെന്റ് വരുന്നുണ്ട്. പുറകിലൊക്കെ ഫ്രണ്ടിൽ AC ആണ്. അത്യാവശ്യം വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇഷ്ടംപോലെ വേരിയന്റ്സ് കിയന്റെ കാരൻസിൽ വരുന്നുണ്ട്. അതായത് ഇതിന് വേറൊരു പ്രത്യേകത, 2028 വരെ ഇതിന് വെഹിക്കിൾ വാറന്റി, കമ്പനി വാറന്റി ഉണ്ട്. നിലവിൽ യാതൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയേഴ്സ് ആണ്. 4 കടുംപുത്തൻ ടയർ. പുത്തൻ ടയർ. ഒരു 20 കിലോമീറ്റർ പോലും ഓടിയില്ല. വെറും 20 കിലോമീറ്റർ പോലും ഓടിയില്ല. അല്ല, ഇതിപ്പോ ടോട്ടൽ 30,000 കിലോമീറ്റർ ഓടിയ. അതെ. അപ്പൊ കമ്പനിന്ന് വന്ന ടയർ അത് കഴിഞ്ഞിട്ട് വേറെ ഇട്ടതാണോ? അത് കഴിഞ്ഞിട്ട് വേറെ ഇട്ടാണ്.
അതായത് മറ്റേ ടയേഴ്സ് മാറാനായിട്ടില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് കിട്ടിയപ്പോ നല്ല ടയേഴ്സ് ഇട്ട് കൊടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് 4 ടയർ ഒരുമിച്ച് മാറിയത്. ഏകദേശം ഒരു 35% ടയർ ഉണ്ടായിരുന്നു. അപ്പൊ മാറിയപ്പോ അത് ഒഴിവാക്കിയിട്ട് പുതിയ ഇട്ടല്ലേ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കിത് വണ്ടി? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 10,85,000 ആണ്. നമ്മളൊരു കംഫർട്ട് പ്രൈസിന് നമ്മൾ കൊടുക്കും, എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കും. ഒരു നെഗറ്റീവ്സും പറയല്ല. ലോങ് എന്നൊക്കെ നമുക്ക് ആളെ വിളിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടി. ഓക്കെ, ഒരു മൈനസും ഈ വണ്ടിയിൽ കണ്ടെത്താൻ കഴിയില്ല. ഷോറൂം കണ്ടീഷനുള്ള ഒരു വെഹിക്കിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയണ്ടേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എർട്ടിക ചെയ്തപ്പോ ഡീസൽ ആണോ പെട്രോൾ ആണോ നമ്മൾ അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രത്യേകിച്ച് പെട്രോൾ ആണ് വെഹിക്കിള്. അതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 300 കിലോമീറ്ററോളം നമ്മൾ ഇത് ഓടിച്ചിട്ടാ വണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം ഞങ്ങൾക്ക് കിട്ടിയ ഒരു മൈലേജ് ഫീഡ്ബാക്ക് 17.7 വരെ മൈലേജ് ആവറേജ് കാണിച്ചു. മൈലേജ് ലോങ് ഡ്രൈവിൽ കാണിക്കുന്ന മൈലേജാ പറഞ്ഞത്. നമുക്ക് ഇനിയിപ്പോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു 200 രൂപന്റെ എണ്ണ അടിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇത് ഓടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അവരെടുത്താൽ മതി. പക്ഷെ നമ്മളൊരു കിട്ടുന്ന ഒരു ഉറപ്പ് മൈലേജ് അപ് ടു 15 വരെ അല്ലെങ്കിൽ ഒരു 13-14 വരെ സിറ്റി ഡ്രൈവിൽ 15-16 മാക്സിമം കിട്ടിയാൽ തന്നെ ഒരു 7 സീറ്റിൽ മൈലേജ് നല്ലൊരു മൈലേജ് അല്ല. ഇത് ഓൺ റോഡ് പ്രൈസ് ഒക്കെ എത്ര വരുന്നുണ്ട്? ഇത് ഓൺ റോഡ് ഏകദേശം 15 ലക്ഷം രൂപയോളം വരുന്നുണ്ട് അല്ലേ. മാറ്റന്റെ ടിഗോർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ ഒരു വാഹനം ഒരു റയർ ആണ്, യാർഡിലൊന്നും അങ്ങനെ ഉണ്ടാവലില്ല അല്ല. ഇത് പെട്രോളാ വണ്ടി? അതെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. ഓക്കെ, എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് ആരിഫ്ക്ക് അത് എവിടെയും കാണലില്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ എന്താ അറിയോ? ഈ വണ്ടി 9,85,000 രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. അതായത് അത്രത്തോളം ഫീച്ചേഴ്സും സേഫ്റ്റിയും കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പൊ ഏകദേശം പുതിയ വണ്ടി ഏകദേശം ഈ പ്രൈസ് കൊടുത്തെടുക്കാൻ കസ്റ്റമേഴ്സിന് കുറച്ച് മടിയാവും. കാരണം മാരുതിന്റെ വെഹിക്കിളൊക്കെ ഏകദേശം അതിലേറെ 1.5 ലക്ഷം കൊടുത്താൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വണ്ടി കിട്ടും. അപ്പൊ അതാണ് പുതിയ വണ്ടികൾ കൂടുതലും കാണാത്തത്. പക്ഷെ ഇത് ഏകദേശം യൂസ്ഡ് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപന്റെ കുറവ് എന്നിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. ഈ വണ്ടി 2023 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി XZ+, അതായത് ഏറ്റവും ടോപ്പ്. ഇത് നമ്മൾ 5,95,000 രൂപക്ക് കസ്റ്റമറിന് കൊടുക്കും വിത്ത് ന്യൂ ഇൻഷുറൻസ് എല്ലാം. ടയർ ഏകദേശം ഫുൾ ലോൺ കയറുന്നു തോന്നുന്നു. ഇല്ലെങ്കിൽ 50-60 ബാങ്ക് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, DRL, ഫോഗ് ലാമ്പ്, മിറർ ഫോൾഡിംഗ്, മിറർ അഡ്ജസ്റ്റ്, റിയർ വൈപ്പർ, 2 സെൻസർ വരെ ഉണ്ട്. സെൻസർ ഒക്കെ ഉണ്ട്. അത്രയും ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് ഉണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഏകദേശം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. 595 ആണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം 10-50 രൂപ ഇറക്കാനും പറ്റും. അപ്പൊ ബാണാൻ വിളിച്ചോട്ടോ. അമേസ്, ഇതും ഒരു പെട്രോൾ വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? ഇത് ഹൈലൈറ്റ് വണ്ടിയാണ്. നമുക്ക് പെട്ടെന്ന് പോകുന്നില്ല ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ഈ വണ്ടി ചെയ്യുന്നത്. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2000 ഒരു വർഷം കൂടെ ഇതിന് വാറന്റി അവൈലബിൾ ഉണ്ട്. 21 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്, സിംഗിൾ ഓൺഷിപ്പ്. വേറെ റീപ്ലേസ് സീറ്റിംഗ് കുത്തൊന്നുമില്ല. ഈ 10,000 കിലോമീറ്ററിന്റെ സർവീസ് ആയതല്ല. അതായത് ഹോണ്ടയില് സമയം കൊണ്ട് അപ് ടു ഡേറ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 21 മോഡലാണ്. 21 മോഡൽ എസ് ഓപ്ഷൻ, 10,000 കിലോമീറ്റർ, നോ റീപ്ലേസ്മെന്റ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6,75,000 രൂപയാണ്. മാക്സിമം എത്ര പൈസ ഇറക്കാം? നമ്മള് മാക്സിമം ഇത് ഒരു 70 രൂപ 60 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പൊ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇതേപോലത്തെ വണ്ടിയല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തേ? നമ്മൾ ഏതൊരു വണ്ടി കിലോമീറ്റർ കൊടുത്തു, നമ്മളെ വീഡിയോയിൽ പോയതല്ലേ വണ്ടി. അതെ. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ നമുക്കൊരു സെലേറിയോ, ഒരു കിതുമത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു പെട്ടി പീസ് ആണ് അല്ലേ. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2014 മോഡല് ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. ലേഡീസിനൊക്കെ ഒരു കളറും അല്ലെങ്കിൽ ചെറുവണ്ടി ഓട്ടോമാറ്റിക് ഒക്കെ ചോദിച്ചു വരുന്നത്. ഇത് CVT ഗിയറാ? അല്ലല്ല, ഇതൊക്കെ വരുന്നത് AGS ആണ്. AGS ആണ്. ഓക്കെ, എന്തായാലും ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു വാഹനമാണ്. കളർ വരുമ്പോ ആ ഒരു ടൈപ്പിൽ വരുന്നത്. ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 50,000 ഓടിയിട്ടുള്ളൂ. 2025 ഓഗസ്റ്റ് വരെ സർവീസ് എടുത്ത വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്? അല്ലല്ല, സെക്കൻഡ് ഓണർ ആണ് അല്ലേ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഉണ്ട്. ചെറിയൊരു റീപ്ലേസ്മെന്റ് ഉണ്ട്. ഏതായിരുന്നു? അതിന്റേതായിട്ടില്ല. അതായത് ഒരു ഡോറ് ഇതും വർക്ക് എടുത്തിട്ടുണ്ട്. ഡോർ വർക്ക് എടുത്തിട്ടുണ്ട്. ഒരു ഡോർ മാറ്റിയിട്ടുണ്ട്. ഒരു ഡോർ മാറ്റിയിട്ടുണ്ട്. മേജർ ആയിട്ട് ഫ്രണ്ട് ഇടിവ് കാര്യങ്ങള് അല്ലെങ്കിൽ ഫ്ലോർ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് എത്രക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ 3.35 ചോദിക്കുന്നത്. എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കല്ല. 3.35 ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറച്ച് കൊടുക്കും. മാക്സിമം ഒരു 10-50 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. നല്ല കിണ്ണം പോലത്തെ ഒരു വാഗനർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? ഇത് 2021 മോഡല് 1.2 VXI. 1.2 ആണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. അതും മാനുവൽ വണ്ടി അല്ല? മാനുവൽ സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ,
മോഡൽ വരുന്ന എത്ര മോഡല് അങ്ങനെ മോഡല് 21 മോഡല് 21 ആണല്ലോ. അതെ അതെ. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? 70,000 കിലോമീറ്റർ. പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങൾ നോർമൽ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 1.2 ഇടിമുത്തൊന്നുമില്ല. നല്ല വണ്ടിയല്ല, നല്ല കണ്ണി ചിമ്മീറ്റ് എടുക്കാൻ പറ്റിയ എത്ര കൊടുക്കരുത്? ഇത് 4,95,000 രൂപ കൊടുക്കാം. 4,95,000 കൊടുക്കാം. മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഫുൾ ലോൺ അപ് ടു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഒരു ആൾട്ടോ 800 ആണ് കേട്ടോ. ഗ്രേ കളർ ഒട്ടുമിക്ക ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾട്ടോ 800 കൂടുതൽ ചോദിക്കുന്നത് ഗ്രേ കളർ. അതെ അതെ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2022 മോഡല്. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. LXi ആണ് ഓപ്ഷൻ വരുന്നത്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ടയർ കാര്യങ്ങളുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. നീറ്റ് വണ്ടി. സർവീസ് ഒക്കെ ഉള്ള വാഹനമല്ല. പ്രോപ്പർ കമ്പനി സർവീസ്. കമ്പനി സർവീസ് എന്ന് പറയുന്ന വണ്ടി പ്രോപ്പർ ആവും. അതിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മൾ അത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയണേ. അതെ അതെ. എത്ര കൊടുക്കത്? ഇത് 3,65,000 രൂപയാണ് ചോദിക്കണേ. 22 വണ്ടി. ഇതിൽ കുറച്ച് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. 50 ചിലപ്പോ വേണ്ടി വരില്ല. 30 മതി. 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ മതിയോ? ഇവിടെ ഒരു ഹൂണ്ടായിന്റെ ഇയോൺ ഇതേപോലത്തെ കളറാണ്, ഗ്രേ കളറിൽ വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു കസ്റ്റമേഴ്സിന് വേണ്ട SUV 7 സീറ്റ് പെട്രോൾ ഡീസല് ചെറുവണ്ടി ഏകദേശം ഓട്ടോമാറ്റിക് വണ്ടി എല്ലാ സെഗ്മെന്റും ഇപ്പോ ഈ വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഏത് കാറ്റഗറി വണ്ടികൾക്കും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അതെ. ഇപ്പൊ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയാൽ എന്ത് വേണമെങ്കിൽ എടുക്കാമല്ലോ. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് പോവാം. ഓക്കെ. ഹൂണ്ടായിന്റെ ഇയോൺ ആണ്. ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2018 മോഡല് ഇറ പ്ലസ്. പ്ലസ് സെക്കൻഡ് ഓണർ. വെറും 43,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പ്രോപ്പർ ഹ്യൂണ്ടായി സർവീസ് ആണ്. ഹ്യൂണ്ടായി ഫുൾ സർവീസ് ഉള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ വില മാക്സിമം ഒരു 18 മോഡലിന് നമ്മൾ ചോദിക്കുന്നത് 2,15 2,75,000 രൂപ. ഇതിനിപ്പോ ചോദിക്കുന്ന വില 2,75,000. 2,75,000 കുറച്ച് കൊടുക്കല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് മാക്സിമം നമുക്ക് 50 രൂപ ഇറക്കാൻ പറ്റും. മതിയാവൂല. ഓൾമോസ്റ്റ് 50 രൂപന്റെ വണ്ടികളാണ് കൂടുതലൊക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഹൂണ്ടായിന്റെ വെർണ കാണിച്ചു കൊടുക്കാം. നമ്മൾ ഡീസലിൽ വന്ന ഇതായിരുന്നു. ഇത് ഡീസലാണ് വണ്ടി. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 2019 മോഡല് വെർണ ഡീസല് SX ഓപ്ഷൻ. ഓപ്ഷണൽ അല്ല, SX വേരിയന്റ്. ഓപ്ഷൻ ആണ്. അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ. അത് ടോപ്പ് എൻഡിന്റെ താഴത്തെ ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് വേരിയൻസ് ഒക്കെ ഉണ്ട്. ഒരു അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. 1,15,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ആണ്. ഇതൊരു ഡീസൽ വാഹനമാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കാണിച്ചത് പെട്രോൾ ആയിരുന്നു അല്ലെ? ഇടയിൽ ഒരു ഡീസൽ വണ്ടി ഉണ്ട്. ഡീസൽ വണ്ടി നമുക്ക് കൂടുതൽ സ്റ്റോക്കില്ല. പക്ഷെ എല്ലാ വണ്ടികളൊക്കെ എഞ്ചിനും അത്യാവശ്യം കണ്ടീഷനിൽ. ഡീസൽ വണ്ടികൾ മാത്രമാണ് ഈ 1,00,000 പുറത്ത് ഓടിയിട്ടുള്ളത്. ബാക്കി പെട്രോൾ വാഹനങ്ങളൊക്കെ 50, 20, 30 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? അത് ഒറ്റക്കല്ല. ഇപ്പൊ പിന്നെ ഡീസൽ വണ്ടികൾ ഇറക്കുന്നത് കുറവല്ലേ? അതുപോലെ തന്നെ കിട്ടുന്നത്. എത്ര ആസ്കേനെ? ഇത് 7,65,000 രൂപയാണ് ചോദിക്കണേ. എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കും. ഇത് 1.6 ആ വണ്ടി. അതെ. 2019 വണ്ടി. മാക്സിമം ഒരു 10-50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലോ. ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ബാങ്കിൽ ലോൺ ചെയ്യാം. അപ്പൊ വിളിച്ചോട്ടോ. ഇവിടെ നല്ല ഖീദുമത്തിന്റെ 2 വണ്ടികൾ, അതായത് ഹൂണ്ടായിന്റെ i20 ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും 2 ഡീസൽ വാഹനങ്ങളാണ് കേട്ടോ. ഡീസലില് കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ, അതും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളാണ്. നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കല്ലേ. KL 05 രജിസ്റ്ററിൽ വരുന്ന ഒരു വാഹനം. അതും ഈ വണ്ടി ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ആസ്ത ഓപ്ഷണൽ ആണ് കേട്ടോ. അതായത് ആസ്ത ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ്. ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, എല്ലാ DRL, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, DRL എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡല്? ഇതിന്റെ ഒരു ഹൈലൈറ്റും കൂടെ പറഞ്ഞില്ല. 16 മോഡൽ വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2016 വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഡീസലാണ്. ഫുള്ളി ഹിസ്റ്ററി ഉള്ള വണ്ടി. ഫുൾ ഹിസ്റ്ററി. അതായത് കിലോമീറ്റർ കൊണ്ട് എന്തായാലും സർവീസ് ചെയ്യാനായിട്ടില്ല. അതായത് സർവീസ് ഓരോ വർഷവും സമയം കൊണ്ട് ചെയ്തിട്ടുണ്ട്. 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം. അതായത് കിലോമീറ്റർ ആവാത്തതുകൊണ്ട് ഓരോ വർഷം സമയം കൊണ്ട് ഇവര് ചെയ്തിട്ടുണ്ട്. സർവീസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് എങ്ങനെ 5-5 ചെയ്താ 10-10 ചെയ്താ? 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം.
ഒരു വർഷം. പിന്നെ അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അവര് കമ്പനി തന്നെ അവര് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓണർഷിപ്പ്. ഹിസ്റ്ററി ഉണ്ട്. എല്ലാം നമ്മൾ വേണമെങ്കിൽ കസ്റ്റമർ വിളിച്ചു കൊടുത്താല് അവർക്ക് വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കാൻ കാര്യങ്ങളുണ്ട്. പിന്നെ എവിടെ നിന്ന് എടുക്കാലോ. അല്ല ഇതിന് ആരെങ്കിലും ആവശ്യക്കാരനെങ്കിൽ അവർ നോക്കിക്കോട്ടെ. അതെ അതെ, ഫുള്ള് ഹിസ്റ്ററി ഉള്ള. പിന്നെ നമ്മൾ വെറുതെ പറയുന്നല്ലോ. അതെ അതെ അതെ. എന്തായാലും ഇതിന് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? നമ്മളിത് 5,65,000 രൂപ ചോദിക്കണുള്ളൂ. ഡീസൽ വാഹനം, ഡീസൽ വണ്ടി. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഫുള്ളി ലോണ്, ഒരു നയ പൈസ വേണ്ട, ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഇവിടെ വീണ്ടും ഒരു i20 കാണിച്ചു കൊടുക്കുക. അതും നല്ല കിണ്ണം പോലത്തെ നമ്പറാണ് കേട്ടോ വരുന്നത്. KL 66 67 67 ഫാൻസി നമ്പറാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡല്? ഇത് 2015 മോഡല്, മിഡിൽ ഓപ്ഷൻ മാഗ്ന വേരിയന്റ്. മാഗ്ന വേരിയന്റ് ആണ് വരുന്നത്. 2015 വണ്ടി, അതും ഡീസലാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ, 114 കിലോമീറ്റർ. ഓട്ടോ കുറച്ച് വൈഡ് ആണ്. ഇത് കുറച്ച് കൂടുതൽ കറക്റ്റ് കിലോമീറ്റർ. അത് 16 അപേക്ഷിച്ച് ഏകദേശം ഒരു 22 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അത് ഒരു സംശയിക്കുന്ന ഒരു കിലോമീറ്റർ ആണ്. അതെ അതെ, സത്യം, 100%. ഇതാണെങ്കിൽ കറക്റ്റ് കിലോമീറ്ററാ. സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളല്ല. അതെ, അങ്ങനെ ആയിക്കോട്ടെ, നമ്മളടുത്ത് ഹിസ്റ്ററി ഉണ്ടല്ലോ. അതെ അതെ അതെ. അല്ല, ഇത് 114 ഓടിയിട്ടുള്ളത്. വേറെ തട്ടുമുട്ട് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 4,65,000 ചോദിക്കണോ, എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. 465 ചോദിക്കും. 468 അല്ലേ? 465 കൂട്ടാം. മാക്സിമം കുറച്ച് കൊടുക്കുക. പിന്നെ ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോൺ കയറാൻ പ്രയാസമാവും. എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് ഇറക്കണം. ഒരു 50 രൂപ വേണ്ടി വരും. 50 രൂപയ്ക്ക് വേണ്ടി. ഇവിടെ റയർ പീസാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് റിഡ്സിൽ ഓട്ടോമാറ്റിക് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. കണ്ണ് ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് കേട്ടോ. ആകെ എത്ര ഓടിയിട്ടുള്ള വണ്ടി? ഇത് 60,000 കിലോമീറ്റർ. അത് സർവീസ് കാര്യങ്ങൾക്ക് ഉള്ള വണ്ടി, കമ്പനി സർവീസ് വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. മോഡല് 2014 മോഡൽ. റീപ്ലേസ് ഒന്നും പക്ക ഓട്ടോമാറ്റിക്. താഴത്തോട്ടൊന്നും വരില്ല. വണ്ടി ഇറങ്ങൂല. ഓട്ടോമാറ്റിക്. അതായത് ലേഡീസിനൊക്കെ ഉഷാറായിട്ട് ഉപയോഗിക്കാൻ. CVT അല്ല, AT ഗിയർ ബോക്സ്. ഓക്കെ. വേറെ റീപ്ലേസ് തട്ടുമുട്ടൊന്നുമില്ല. ഇല്ല, റീപ്ലേസ്മെന്റ് വണ്ടിയല്ല. നല്ല കണ്ണി ചിമ്മിട്ട് എടുക്കാൻ നല്ല വണ്ടി. അതെ. ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മള് 3,75,000 രൂപക്ക് കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസിൽ കൊടുക്കാം. 3,75 കൊടുക്കാം. 3,75 കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോൺ ചെയ്യാനും പറ്റും. മാക്സിമം ലോൺ ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ.